തിരുവല്ല പുഷ്പമേള ജനുവരി 30 മുതൽ ഫെബ്രുവരി 9 വരെ നടക്കും. മധ്യ തിരുവിതാംകൂർ ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള പുഷ്പമേള ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. മധ്യ തിരുവിതാംകൂർ ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പുഷ്പമേളയായ തിരുവല്ല പുഷ്പമേളയാണ് ജനുവരി 30 മുതൽ ഫെബ്രുവരി 9 വരെ തിരുവല്ല മുനിസിപ്പൽ മൈതാനിയിൽ നടക്കുന്നത്. മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങി വരുവാനും മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുവാനും മനുഷ്യർക്ക് കഴിയണമെന്ന ഉദ്ദേശലക്ഷ്യവുമായി ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് തിരുവല്ല പുഷ്പമേള 2025 നടത്തുന്നത്. ശീതീകരിച്ച 90,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് മധ്യ തിരുവിതാംകൂർ ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പുഷ്പമേള അണിയിച്ചൊരുക്കിയിരിക്കുന്നതെന്ന് പബ്ലിസിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ബിനു വി ഈപ്പൻ പറഞ്ഞു. തിരുവല്ല ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള തിരുവല്ല പുഷ്പമേള 2025 ജനുവരി മാസം 30 മുതൽ ഫെബ്രുവരി മാസം 9 വരെ തിരുവല്ല മുനിസിപ്പൽ മൈതാനിയിൽ തയ്യാറാക്കുന്ന ശീതീകരിച്ച പന്തലിനുള്ളിൽ നടക്കുന്നതാണ്. മധ്യ തിരുവിതാംകൂർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പുഷ്പമേളയാണ് ഈ വർഷം ക്രമീകരിക്കുന്നത്. 90,000 സ്ക്വയർ ഫീറ്റിലാണ് പുഷ്പമേള ക്രമീകരിക്കുന്നത്. 5,000 സ്ക്വയർ ഫീറ്റിൽ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത പുഷ്പങ്ങൾ വിവിധ തരത്തിലുള്ള ഞങ്ങളുടെ തന്നെ സൊസൈറ്റിയുടെ അംഗം പ്രിയപ്പെട്ട ശ്രീ എബ്രഹാം പി സണ്ണിയുടെ ബ്ലാക്ക് ടുലിപ്പ് എന്ന കമ്പനിയാണ് പുഷ്പങ്ങൾ തിരുവല്ല പുഷ്പമേളയ്ക്കായി ഇറക്കി തരുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തനതായ രുചിക്കൂട്ടുകളെ കോർത്തിണക്കിയുള്ള ഏറ്റവും വിപുലമായ രീതിയിലുള്ള ഫുഡ് കോർട്ട് 100 സ്റ്റാളുകൾ ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവല്ല പുഷ്പമേള വർണ്ണ വൈവിധ്യ പൊലിമയാർന്ന പുഷ്പമേളയായി ഈ വർഷം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. 20,000 സ്ക്വയർ ഫീറ്റിൽ ഫ്ലവർ അറേഞ്ച്മെന്റ്സ്, 5,000 സ്ക്വയർ ഫീറ്റിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത പുഷ്പങ്ങൾ, 7,000 സ്ക്വയർ ഫീറ്റിൽ തയ്യാറാക്കുന്ന ഫുഡ് കോർട്ട്, കേരളത്തിലെ വിവിധ നഴ്സറികളിൽ നിന്നുള്ള ചെടികൾ, സെൽഫി പോയിന്റുകൾ, ഒട്ടകം കുതിരസവാരികൾ, അമ്യൂസ്മെന്റ് പാർക്ക്, ലൈവ് പെർഫ്യൂമി ബാർ എന്നിവയെല്ലാം തിരുവല്ല പുഷ്പമേളയുടെ പ്രത്യേകതയാണ്. കൂടാതെ കേരളത്തിലെ അറിയപ്പെടുന്ന കലാകാരന്മാരുടെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും പുഷ്പമേളയുടെ മാറ്റുകൂട്ടും. കഴിഞ്ഞ വർഷം 10 ലക്ഷത്തിൽപ്പരം ആളുകൾ 10 ദിവസമായി നടന്ന് പുഷ്പമേള കണ്ടതെങ്കിൽ ഇത്തവണ 15 ലക്ഷം പേർ പുഷ്പമേളയിൽ എത്തുമെന്ന പ്രതീക്ഷയിലുള്ള ക്രമീകരണങ്ങളാണ് സംഘാടകർ ഒരുക്കുന്നത്.